ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ആക്റ്റീവ 4G വണ്ടി നമ്മൾ സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് എടുത്തുകൊണ്ടെന്നാണ്. നിലവിൽ എൻ്റെ കംപ്ലയിൻറ്റ് പ്ലഗിൻ്റെ കംപ്ലയിൻ്റ് ആണ്. പ്ലഗ് നല്ല രീതിയിൽ ഷോർട്ടായി പോയേക്കണതാണ് എൻ്റെ കംപ്ലയിൻറ്റിൻ്റെ കാരണം കേട്ടോ. ഈ പ്ലഗിൻ്റെ ടോപ്പ് സൈഡിലേക്ക് നോക്കുമ്പോൾ അറിയാം നല്ല രീതിയിൽ കാർബൺ ഉണ്ട്, കരി നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എഞ്ചിനിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ സെക്ഷൻ കറക്റ്റ്, അത് ഓയിൽ കയറി ഒന്ന് കത്തണുണ്ട്. അത് കൂടാതെ കൊണ്ട് എയർ ഫിൽട്ടർ, കാർബറേറ്റർ ഭാഗങ്ങളൊക്കെ ബ്ലോക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എഞ്ചിൻ്റെ സൗണ്ടിലും വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് പിസ്റ്റൺ ഓയിലില്ലാതെ കിടന്ന് ഓടണ സൗണ്ട് പോലെയാണ് കേട്ടാറിനെ. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ഓയിൽ ലെവൽ ചെക്ക് ചെയ്തു, സ്റ്റിക്കിനകത്ത് ലെവൽ കണ്ടില്ല. അപ്പോൾ ഓയിൽ ഊറ്റി നോക്കിയതാണ്. ഊറ്റി നോക്കുമ്പോൾ നമുക്ക് ആകെ ഉള്ള ഓയിൽ 300 മില്ലി ഓയിലാണ് നമുക്ക് നിലവിലുള്ളത്. നമുക്ക് ശരിക്കും 800 മില്ലി ഓയിലാണ് വേണ്ടത്. 500 മില്ലിയുടെ കുറവാണ് നമുക്ക് ഇതിനകത്ത് വരാം കേട്ടോ. ശരിക്കും അതിൻ്റെ കപ്പാസിറ്റി 700 മില്ലിയാണ്, പക്ഷേ സാധാരണ നമ്മൾ 800 മില്ലി ഫില്ല് ചെയ്യാറുണ്ട്. അപ്പോൾ 800 മില്ലി എന്നുള്ളത് ഇപ്പോൾ നോക്കുമ്പോൾ നമ്മൾ 500 മില്ലി ഇതിനകത്ത് കുറവായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഓയിൽ എന്തെങ്കിലും കൈയോടെ, ഓയിൽ തീരെ മോശമായിട്ടൊന്നുമില്ല, പക്ഷേ ലെവൽ ഒരുപാട് കുറഞ്ഞുകൊണ്ട് ഓയിൽ ലെവൽ കുറയുന്നത് ഓയിൽ കയറി കത്തി പുകയായിട്ട് പുറത്തേടെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഓയിൽ ലെവൽ കുറഞ്ഞു പോകണം കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ എന്തെങ്കിലും ഒന്നുപോലെ നമുക്ക് ഓയിൽ ടോപ്പപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ ഓയിൽ മാറ്റി പുതിയത് ഒഴിക്കണമായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. പിന്നെ നമുക്ക് ഈ പ്ലഗ് മാറ്റുന്ന കൂട്ടത്തേക്കൂടെ എയർ ഫിൽറ്ററും പ്ലഗ് കാർബറേറ്ററൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം നല്ലതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ കാർബൺ ഉണ്ട്. സ്റ്റാർട്ടിങ്ങിൻ്റെ ദിവസം റെഡിയാക്കി പ്ലഗ് മാറ്റി നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ നോക്കിയിട്ടൊന്ന് പറയും, അതനുസരിച്ച് വേറെ എന്തെങ്കിലും സർവീസായിട്ട് ചെയ്യണമെങ്കിൽ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി, അതനുസരിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ.